എത്തിയായിരുന്നില്ല. അവൾ ഓടുന്നുണ്ട്. അവൾക്ക് ക്യാമറയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് അവൾ ഓടിക്കളഞ്ഞു. ഹായ് ഹലോ, അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നു? അപ്പോൾ ഇന്നത്തെ February 14th ഒക്കെ ആയിട്ട്, വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടി? നമ്മളിതേ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ എനിക്ക് 2 ദിവസം ലീവാണ്. ഞാനപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നു. ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ അമ്മയെല്ലാം ആക്കി, കപ്പുണ്ടാക്കി, തലക്കറി ഉണ്ടാക്കി, ഫിഷെല്ലാം ഉണ്ടാക്കി, കുറേ ഉണ്ടാക്കി. പക്ഷേ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെയാണ് പറഞ്ഞത് നമുക്കത് വ്ളോഗ് ആക്കിയാലോ എന്ന്. അപ്പോഴത്തേ ഞങ്ങളങ്ങനെ ബീഫ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വരെ ഇട്ടോട്ട് അത് കഴിഞ്ഞപ്പോഴാണ് വ്ളോഗ് ആക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാണൂ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യുക. ഈസിയാണ്, പക്ഷേ ടേസ്റ്റിയാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓൾറെഡി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒന്ന് കാണിച്ചു കൊടുത്തു. അതൊന്നും അടിക്കാനുള്ള സമയമില്ല. അത് ഞാൻ പ്ലാൻ കിട്ടിയത് എനിക്ക് പറഞ്ഞത്. അപ്പൊ നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിയും കൂടെ ചതച്ച് വെച്ചതാണ്. അത് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നേ. മൂത്ത കഴിക്കാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇതിൽ ആഡ് ചെയ്യണമെന്നില്ല. സവോള ആഡ് ആക്കിയിട്ട് ഒന്ന് വയന്ന് വരുമ്പോഴത്തേക്ക് ഇത് ആഡ് ചെയ്താൽ മതി. ഞാനത് പെട്ടെന്ന് മറിഞ്ഞു മതി. കുറച്ചൊക്കെ ഇനി കറി ലീവ്സ് ആഡ് ചെയ്യാം. ശരിക്കും ഇവിടെയൊക്കെ ഒട്ടും അങ്ങനെ ഞങ്ങൾ നീറ്റാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നൊരു വീഡിയോ അല്ല. പിന്നെ ഇന്ന് ഇങ്ങോട്ട് വന്ന അപ്പം അമ്മ ഇവിടെ അതിൻ്റെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു. കുറേ കറിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തലക്കറിയൊക്കെ വെച്ചു. ചൂടായിരുന്നു കേട്ടോ, കണ്ടോ? വേഗം കാണിച്ചോ. തലക്കറിയൊക്കെ വെച്ച് ഞങ്ങൾ കപ്പയും തലയൊക്കെ കഴിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ ബീഫ് ഉണ്ടാക്കണം. ഇപ്പം സമയം 2:15. ഞങ്ങൾ 4 മണിക്കെങ്കിലും ചോറ് കഴിക്കുമായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമ്മുടെ സവോള ആഡ് ചെയ്യാം. തേങ്ങക്കൊത്ത് അപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിനി ലാസ്റ്റ് കുറച്ച് എണ്ണയിൽ ആഡ് ചെയ്തിടാം. അല്ല, ഇതിൻ്റെ കൂടെ ഇട്ടാലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ കിടന്നതായിക്കോളും. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. വേഗം ഒന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന. എല്ലാവരും ആഡ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കത് കുറച്ച് പെട്ടെന്ന് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കും. പിന്നെ എനിക്കെല്ലാം ഇങ്ങനെ കൈക്കണക്കൊക്കെ, എനിക്കിങ്ങനെ ടീസ്പൂൺ അളവ് അങ്ങനൊന്നുമില്ല. എൻ്റെ ഒരു ഐഡിയയിലാണ് എല്ലാം ചെയ്യുക. ഇപ്പോൾ കുറച്ച് വയന്ന് വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, നമുക്ക് കുറച്ച് അത്യാവശ്യം ബ്രൗൺ കളർ ആവണം. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഓയിൽ വേണമെങ്കിൽ കുറച്ച് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് വയന്ന് വരണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വയന്ന് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് കൊത്തുകൂടെ ആഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ആയിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കൊത്തുകൂടെ ഒന്ന് ജസ്റ്റ് ഒരു ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ മതി. ബാക്കി ഇതിൽ കിടന്ന് ബീഫെല്ലാം ആവുന്ന ടൈമിൽ അത് ആയിക്കോളും. എങ്കിലും കൊത്തുകൂടി ഉണ്ടെങ്കിലാണ് ബീഫ് ഫ്രൈക്ക് ഒരു രസം വരുള്ളൂ. ഇതേ നമ്മുടെ പ്രീമ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയായിരുന്നില്ല. അവൾ ഓടുന്നുണ്ട് കേട്ടോ. അവൾക്ക് ക്യാമറയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് അവൾ ഓടിക്കളഞ്ഞു. പ്രീമയുടെ ഫ്രണ്ട്സ് കാണണമെന്ന് മെൻഷൻ ചെയ്തിട്ടേക്ക് കേട്ടോ. അപ്പം വായോ, ദേ ഒന്ന് കാണിച്ചു കൊടുക്കൂ. അത്യാവശ്യം കുറച്ചൊരു ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മസാലയൊക്കെ ചേർത്തിട്ട് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് സവോള ഇതായി കഴിഞ്ഞാൽ ഇനി ബീഫ് കിടന്നതിൽ നല്ല ഫ്രൈ ആണല്ലോ. അപ്പോൾ ആ ടൈമിൽ സവോള കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ടൈമിൽ തന്നെ പൊടി ഐറ്റംസൊക്കെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ബീഫ് ആഡ് ചെയ്തിട്ട് പിന്നെ അതിലിട്ട് നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ വെക്കുന്ന പറഞ്ഞാൽ തക്കാളി ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഫ്രൈയിൽ ഞങ്ങൾ തക്കാളി ചേർക്കാറില്ല. റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലാണ് തക്കാളി ചേർക്കാറ്. നമുക്ക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചു. എനിക്ക് പൊടിയൊക്കെ ഇങ്ങനെ എൻ്റെ ഒരു കണക്കാണ് കേട്ടോ. അല്ലാണ്ട് എനിക്കിങ്ങനെ കറക്റ്റ് ഇത്ര എന്ന് പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഒരു കണക്കിനാണ് ആഡ് ചെയ്യുക. എപ്പോഴും സെറ്റ് ആവാറുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇതിലോട്ട് കാണിച്ചു ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളക് പൊടി കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് അധികം ആഡ് ചെയ്യും കേട്ടോ. പക്ഷേ എപ്പോഴത്തേക്കും കുറച്ച് കളർ ഉണ്ടാവും. ഇത് കുറച്ചൊരു കളർ വ്യത്യാസമുണ്ട് ഇത്തവണ പൊടിച്ചെന്ന് വെച്ചാൽ കാശ്മീരി ആവുമ്പോൾ നമുക്ക് എരിവിൻ്റെ പ്രശ്നങ്ങളില്ല. കളർ കിട്ടണമെങ്കിൽ നമുക്ക് വേറെ കളറൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല. അപ്പോൾ കാശ്മീരിയും പിന്നെ കുരുമുളകും പച്ചമുളക് കാന്താരിയാണ് നമ്മുടെ ബീഫിൻ്റെ എരിവ് കേട്ടോ. മുളക് പൊടി അത്യാവശ്യം നമ്മൾ ആഡ് ചെയ്യും. പിന്നെ ഇനി വേണ്ടതിന് നമ്മൾ കാന്താരി ആഡ് ചെയ്യുക.
മുളക് പൊടി ആഡ് ചെയ്തു, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. മല്ലിപ്പൊടി നമ്മൾ ചേർക്കില്ല കേട്ടോ, ബീഫ് വളർത്തായതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല. ഇത് അമ്മ പൊടിച്ച് ഇതിൽ തന്നെ വെച്ചേക്കും, ജാറിൽ തന്നെ, ഇതിന് വേണ്ടി തന്നെ വെച്ചിരിക്കുന്ന ജാറാണ് കേട്ടോ. ഇതിൽ കുരുമുളകും മസാലപ്പൊടി ആയിരിക്കും പൊടിക്കുക. അപ്പം നീ മസാലപ്പൊടി കുറച്ച് ഇപ്പം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ബീഫൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് ചേർക്കാം കേട്ടോ. ഇത് എൻ്റെ കുക്കിംഗ് രീതിയാണ്, നിങ്ങൾക്കൊക്കെ പല രീതിയായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ അല്ലാണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ രീതിയിലൊക്കെ ചെയ്യും. ചിലപ്പോൾ കുക്കറിൽ തന്നെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയ ബീഫിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. കാരണം നാളെ രാവിലത്തേക്കും കൂടെ അത് കുറച്ച് നമ്മൾ സ്റ്റൂവിനായിട്ട് മാറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇല്ലെങ്കിൽ നമ്മൾ കുക്കറിലെ ബീഫിലും കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടായിരിക്കും, കുറച്ച് കളറാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ വെറുതെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അത്യാവശ്യം മസാല അത്യാവശ്യം ആയിട്ടുണ്ടോയെന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. അത്യാവശ്യം ഒരു മസാല മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നെക്സ്റ്റ് ബീഫ് ആഡ് ചെയ്യാം. എന്നിട്ട് അതെല്ലാം കൂടെ അങ്ങനെ സെറ്റാണ്. ബീഫ് നമ്മൾ കുക്കറിലോ ബീഫ് ഇത് ഫുള്ള് നമ്മളിപ്പോൾ എടുക്കണില്ല, കുറച്ച് എടുക്കണുള്ളൂ. ബാക്കി നമുക്ക് നാളെ സ്റ്റൂ ഉണ്ടാക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാതെ ഇനി ഇതിനകത്ത് കിടന്നിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ ബീഫ്. അതിനകത്ത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കും കേട്ടോ. പിന്നെ ഇനി മസാല, ഗരം മസാല നമ്മൾ ആവശ്യത്തിന് ചേർക്കും. ഞാൻ വേറെ ഈ ബീഫ് മസാല, മീറ്റ് മസാല, ചിക്കൻ മസാല അത് ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് വീട്ടിൽ പൊടിക്കണ ഗരം മസാല അതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ എല്ലാ കറിക്കകത്തും നോൺ വെജ് ഉണ്ടാക്കണ എല്ലാത്തിനകത്തും ഞാൻ അത് തന്നെ ചേർക്കാറ്. ഒന്നിലും ഞാൻ വേറെ ഒരു മസാല യൂസ് ചെയ്യാറില്ല കേട്ടോ, എനിക്കിഷ്ടമില്ല അതിൻ്റെ ഫ്ലേവർ. ഇപ്പോഴത്തെ നമ്മുടെ ബീഫിൻ്റെ ലുക്ക് ഇതാണ്. അപ്പോൾ ഇനി ഇത് നല്ല ഫ്രൈ ആയിട്ട് നല്ല റെഡ് കളറായിട്ട് വരും. അപ്പം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് അത്യാവശ്യം ഒന്ന് ഉള്ളതായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മസാലയൊക്കെ ഞാൻ ആഡ് ചെയ്തായിരുന്നു. ഇനി നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ. ഇതിന് ഇത്രയൊന്നും പോരാ, നല്ല ഫ്രൈ ആവണം. കുറച്ച് ഓയിലിങ് ആയിട്ടായിരുന്നു, കുറച്ച് ഓയിൽ ആഡ് ചെയ്തായിരുന്നു. ഇനി കുറച്ചുകൂടി നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇനി നമുക്ക് കുറച്ചും ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൾമോസ്റ്റ് ഇനി ഇതൊക്കെ കുറച്ചുകൂടി ഇട്ടായിരുന്നു, ക്യാമറയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. കുരുമുളക് ഇപ്പം എന്ത് ചെയ്യും അമ്മ? അത് മനസ്സിലായി. ആ കൈയിട്ട് കാണിക്കുന്നതിൻ്റെ അമ്മയാട്ടോ. ക്യാമറയിൽ വരാൻ പറ്റാത്തതിന് അമ്മ രഹസ്യമായിട്ട് ഇങ്ങനെ കുലുക്കി അവസാനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് അവിടെയൊക്കെ ഉണ്ടോ നോക്കൂ. ഇത് കാന്താരി തേനിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് ആക്ച്വലി ഒരു അച്ചാർ കമ്പനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ അച്ചാറൊക്കെ ഉണ്ട്. ഞാനങ്ങനെ നമ്മുടെ ചാനൽസ് അത്രയും പറഞ്ഞിട്ടില്ല. അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിതേ എൻ്റെ ബ്രദർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇട്ട് വെച്ചേക്കുന്നതാണ്, കുറച്ചായി. അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുള്ളൂ. തേനിൽ കാന്താരി ഇട്ട് വെച്ചേക്കണം. ഇത് ഭയങ്കര ഗുണമുള്ള സാധനമൊക്കെയാണ്. ഈ കൊളസ്ട്രോളിനൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനമാണ്. അതുപോലെ നമുക്ക് പിക്കിൾസൊക്കെ ഉണ്ട്, ഫിഷും എല്ലാം പലതരത്തിലുണ്ട്. ഇത് നാരങ്ങ എന്താണെന്ന് കേട്ടോ. ഇതിവിടെ ഉപയോഗിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കണം. അല്ലാണ്ട് നമുക്ക് അവിടെ കുറേ കമ്പനിയുടെ കുറേ ഉണ്ട്. അങ്ങനെ ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ചാർ അവിടെ ഇരിപ്പുണ്ട്, ഞാനത് കാണിച്ചു തരാം. ആൻഡ് ഓൾസോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഗ്ലൂബിക്ക കേട്ടോ. ഒരു കിറ്റ് എനിക്ക് തന്നുവിട്ടിട്ടുണ്ട്, എൻ്റെ റൂമിലുണ്ട് അവിടെ. അല്ലാണ്ട് ഇത് ഇവിടെ ഇട്ട് വെച്ചേക്കണം. ഓൾറെഡി കുറേ ഉണ്ടായിരുന്നു, നമ്മുടെ ഗ്ലൂബി മരത്തിൽ പൂത്തതാണ്, കുറേ ഉണ്ടായി. ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നുമല്ല. അപ്പോൾ നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. ഇനി നല്ല ഇതാവണം. ഇനി കുരുമുളക് കൂടെ ചേർക്കണം. അപ്പോൾ കുരുമുളക് പൊടിച്ച് തിരിപ്പില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് കുരുമുളകും മസാലയും പിടിക്കുന്ന അമ്മയുടെ മെയിൻ ചാറാട്ടോ. ഇത് വേറെ ഒന്നും ഉപയോഗിക്കാറില്ല. കുരുമുളക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് മസാല മാറ്റിയിട്ട് നമുക്ക് കുരുമുളക് ഇതിൽ പൊടിക്കണം. അപ്പോൾ ഞാൻ അതിന് തപ്പട്ടെ. അപ്പോൾ വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഉപ്പ് ഓൾറെഡി നമ്മൾ ആ സവോളയിൽ കുറച്ച് ചേർത്തു. പിന്നെ ബീഫിൽ ചേർത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് വേറെ ഉപ്പിൻ്റെ ആവശ്യം നമുക്കില്ലായിരുന്നു. കുരുമുളക് ഞാൻ ക്രഷ് ചെയ്തെടുത്തേക്ക്, ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല. കുറച്ചിങ്ങനെ കടിക്കുന്ന രീതിയിൽ ഞാൻ എടുത്തേക്കണേ. നല്ല കുരുമുളകാട്ടോ, നല്ല ഇത് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് അത് നമുക്ക് കുറച്ച് കുരുമുളക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ ഒരു കടിക്കുന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ. അപ്പോൾ നമുക്ക് അതുകൂടി നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഈസി ബട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ
എല്ലാവരും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലുണ്ടാവാം. കൂടുതലും ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതയ്ക്കാതെ ഉണ്ടാക്കും, ചതച്ചുണ്ടാക്കും കേട്ടോ. ചതച്ചുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ആ ഫ്ലേവർ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചതച്ചിട്ടുണ്ടാക്കുന്നത്. വായോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈ ഡേ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് കളർ ആക്കാം. പക്ഷേ നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയം ഇപ്പോഴേ ലേറ്റായി അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളിതേ ഇപ്പം നിർത്താണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക്. യെസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. സ്മെല്ല് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനൊരു കറി ലീവ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാം കേട്ടോ. അത്ര ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞില്ല, സവാളയൊക്കെ ഓൾറെഡി നമ്മൾ അത്രയും മൊരിക്കാഞ്ഞുകൊണ്ട് ഇപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സീ യു ആൻഡ് ബൈ.